പോകുന്നതിന്റെ തലേന്ന് രാത്രി ഉണ്ണിയെ വിളിച്ച് ചന്തു കാര്യം പറഞ്ഞു. ഉണ്ണിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ചന്തു പോകുന്നതിൽ. അവസാനം അവരെ നോക്കാൻ പോയിട്ട് നിന്നെ നോക്കാൻ ആരും ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാകരുത് ചന്തു എന്ന് ഉണ്ണി കാര്യമായി പറഞ്ഞു. നാളെ ഡോക്ടറാകാൻ പോകുന്ന എനിക്ക് എങ്ങനെ അവരെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും ഉണ്ണിയേട്ട എന്ന ചന്തുവിന്റെ മറുചോദ്യം ഉണ്ണിയെ ഉത്തരം മുട്ടിച്ചു. ചന്തു അവരെ നന്നായി നോക്കി. സമയാസമയം മരുന്ന് കൊടുത്തും ഭക്ഷണം നൽകിയും ഫ്രൂട്ട്സ് ജ്യൂസായി കൊടുത്തും ആർത്തവം വന്നപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കാതെ ഗിരിജയ്ക്കും അഭിരാമിക്കും ചന്തു ഒരു വലിയ അനുഗ്രഹമായിരുന്നു. അവരുടെ പാഡ് മാറ്റി പുതിയത് വെച്ചുകൊടുത്ത് ചൂടുവെള്ളത്തിൽ തുണി പിഴിഞ്ഞു മുക്കി ദേഹം തുടച്ചും രാത്രി സഹിക്കാൻ വയ്യാതെ വേദനിക്കുമ്പോൾ അവൾ ഉറക്കമൊഴിച്ച് തടവിക്കൊടുത്തും അവരെ നോക്കി. ഈ നേരത്തെല്ലാം അവർ നാലുപേർക്ക് മനസ്സിൽ അടങ്ങാത്ത കുറ്റബോധം കൊണ്ട് നീറി. അവളോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കും ചന്തുവിന് നേരെ തൊഴുതുകൊണ്ട് മാപ്പ് പറഞ്ഞു. അപ്പോഴും ചന്തു പറഞ്ഞത്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങളെ ഓർത്ത് കരയുന്ന എന്റെ അച്ചമ്മയ്ക്ക് വേണ്ടിയാണ്. അവളുടെ മുന്നിൽ തീരെ ചെറുതായി പോകുന്നത് പോലെ തോന്നി അവർക്ക്. ദിവസങ്ങൾ കൊണ്ട് സരോജനിക്കും ഗിരിജയ്ക്കും മക്കൾക്കും അസുഖം മാറി. പക്ഷെ ചന്തുവിന് അസുഖം പിടിപെട്ടു. ചന്തുവിനെ തങ്ങൾ നോക്കാമെന്ന് പറഞ്ഞുവെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല. അവളെ നോക്കാൻ അവിടെ സീത എത്തി, ഒപ്പം മാളുവിന്റെ MBBS പഠനം പൂർത്തിയായി. ഇനി MDക്കുള്ള തയ്യാറെടുപ്പിലാണ്. അവളെ കാണാൻ എന്നും ഗൗരി ഉണ്ണിയും വരും. ചന്തുവിന്റെ രോഗവിവരം അറിഞ്ഞ് താൻ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ഓമന പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് കലി കയറിയ ഭാനു ഓമനെ തല്ലി. അപ്രതീക്ഷിതമായ ഒന്നായതുകൊണ്ട് ഓമനയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഓമന ഞെട്ടി ഭാനുവിനെ നോക്കി. താൻ അവിടെ നിന്നാൽ ഒരു പക്ഷെ ഭാനു തന്നെ വീണ്ടും ഉപദ്രവിക്കൂ എന്ന് പേടിച്ച് ഓമന ഒന്നും പറയാതെ മുറിയിലേക്ക് ചെന്നു. കാര്യങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓമനയ്ക്കും ശ്രീധരനും ഭാർഗവനും സോമനും വലിയൊരു തിരിച്ചടി വന്നത്. ഹരി ഒപ്പിട്ട അവരുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പിന്റെ കാലാവധി കഴിയാറായി. ഇനി വെറും 2-3 മാസം മാത്രമാണുള്ളത്. ഹരി എല്ലാം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ശ്രീധരനും ഭാർഗവനും സോമനും ആദ്യം ഓമനയും മാറി മാറി പറഞ്ഞിട്ടും ഹരിയെ മയപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഹരി അമ്പിനും വില്ലിനും അടുത്തില്ല. അവസാനം ഓമന പണ്ടെടുത്ത അതേ അടവെടുത്തു. ഓമന ആ കടുങ്കൈക്ക് മുതിർന്നു. മുറിക്കുള്ളിൽ കയറി മണ്ണെണ്ണ തലവടി ഒഴിച്ച് ഹരിയെ ഭീഷണിപ്പെടുത്തി. ഹരിയുടെ ബിസിനസ് ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ പാർട്ട്ണർഷിപ്പിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. ഓമനയുടെ സാഹസം കണ്ട് നളിനിയും ഭാനുവും ചന്തുവും ജിത്തുവും ഞെട്ടി. അവസാനം ഹരി ഓമനയ്ക്ക് മറുപടി നൽകിയത് ഓമനയുടെ മുന്നിലേക്ക് തീപ്പെട്ടി എറിഞ്ഞാണ്. ഹരിയുടെ പ്രവൃത്തി കൊണ്ട് ഓമന അടക്കം എല്ലാവരും ഞെട്ടി. നീ മരിച്ചാൽ എനിക്ക് അത്രയും ആശ്വാസം, നീ ചത്താലും ശരി നിന്റെ ഉദ്ദേശം നടക്കില്ല. ഈ കഴിഞ്ഞ 3 വർഷം ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ടടി, ഇനിയില്ല. അത്രയും പറഞ്ഞ് ഹരി പോയി. പിന്നാലെ മറ്റുള്ളവരും. എല്ലാവരും പോയപ്പോൾ ഓമന തോറ്റവളെ പോലെ നിന്നു. തന്റെ ഈ അടവൊന്നും ഇനി ഏൽക്കാൻ പോകുന്നില്ല എന്ന് ഓമനയ്ക്ക് മനസ്സിലായി. വെക്കേഷനിൽ വീണയും വന്ന് ഹരിയോട് പല ഇമോഷണൽ ബ്ലാക്ക്മെയിലുകളും നടത്തി നോക്കി. എന്നാൽ ഹരി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ ഉറച്ചു നിന്നു. അവസാനം അവർ രണ്ടുപേരും ഹരിയോട് വഴക്കിട്ടിറങ്ങി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി. മാസങ്ങൾ കടന്നുപോയി. ചന്തു 4ാം വർഷത്തിലേക്ക് കടന്നു. കോളേജിൽ പോയി വന്ന ചന്തു കാണുന്നത് ഏതോ ഒരു പേപ്പറിൽ ഒപ്പിടുന്ന ഓമനയാണ്. മോനെ ആദി, ഞാൻ കൂടി ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി ഹരിയേട്ടന് പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതെ വേറെ വഴിയില്ലല്ലോ. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ലേ? അതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കും വല്യമ്മേ. ഹരി വല്യച്ഛൻ ഒപ്പിട്ട പേപ്പറോ അതിന്റെ കയ്യിലുണ്ട്, ഇതല്ലേ? ഓമന ആദിക്ക് നേരെ ഒരു പേപ്പർ നീട്ടി. ആ, ഇത് തന്നെയാണ്. ആദി, എന്ന് മുതലാ പുതിയ ബിസിനസ് തുടങ്ങാ? ഉടനെ തുടങ്ങും വല്യമ്മേ. ഏറിപ്പോയാൽ 1 മാസം കൂടി. ആ ബിസിനസ് തുടങ്ങിയാൽ പിന്നെ വർഷവരുമാനം 100 കോടിയാ. നിന്റെ വല്യച്ഛൻ വല്ല ഉടക്കം കാണിക്കോ? വല്യച്ഛൻ എന്ത് ചെയ്താലും ഒരു കാര്യവുമില്ല. വല്യച്ഛനും വല്യമ്മയും വീണയും ഒപ്പിട്ടില്ലേ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹരി വല്യച്ഛനും ബിസിനസ് ഇനി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. 10 വർഷത്തേക്കാ പാർട്ട്ണർഷിപ്പ് പുതുക്കിയിരിക്കുന്നത്. 10 വർഷം കൊണ്ട് 2000-3000 കോടി ആസ്തി ഉണ്ടാവും. 1000 കോടിയോ? ഓമനെ വിശ്വസിക്കാൻ സാധിക്കാതെ ചോദിച്ചു. അതെ, 1000 കോടി. ബിസിനസ് നോക്കി നടത്താൻ വല്യച്ഛന് ചിലപ്പോൾ വിദേശത്തേക്കൊക്കെ പോകേണ്ടി വരും. കുറച്ചു കാലം നിൽക്കേണ്ടിയും വരും. ഭാഗ്യം ഉണ്ടെങ്കിൽ വല്യമ്മയ്ക്ക് അവിടെ തന്നെ ജീവിതകാലം മുഴുവനും നിൽക്കാൻ പറ്റും. പിന്നെ നശിച്ച പട്ടിക്കാട്ടിലേക്ക് വരേണ്ടി വരില്ല. ആദ്യം സന്തോഷത്തോടെ പറഞ്ഞു. സത്യമാണോ മോനെ? ഓമന ആവേശത്തിൽ ചോദിച്ചു. സത്യം. അത്രയും കേട്ട സന്തോഷത്തിൽ ഓമന നിൽക്കുമ്പോഴാണ് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ചന്തുവിനെ കാണുന്നത്. അവളെ കണ്ടതും ആദ്യ ഫയൽ മടക്കി ഓമനയോട് യാത്ര പറഞ്ഞിറങ്ങി. ആദി ചന്തുവിനെ കണ്ട ഭാവം നടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തിനാ വന്നേ? ആദ്യം നോക്കി ഓമനയോട് ചന്തു ചോദിച്ചു. അത് ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്നതാ. തപ്പി പിടിച്ചുകൊണ്ട് ഓമന വെപ്രാളത്തിൽ പറഞ്ഞു. എന്ത് ബിസിനസ് കാര്യം? ചന്തു സംശയത്തോടെ ചോദിച്ചു. ശ്രീധരയുടെ ഒരു ഫയൽ അവന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അതിൽ എന്റെ ഒപ്പ് വാങ്ങാനാ ആദ്യം വന്നത്. എന്ത് ബിസിനസ് കാര്യമായാലും ശരി, അതൊക്കെ ഈ പടിക്ക് പുറത്ത്. അച്ഛമ്മ പറഞ്ഞതല്ലേ അവനെ ഈ വീട്ടിൽ കയറ്റരുതെന്ന്. അത് ഓർമ്മയിലിരിക്കുന്നത് നല്ലതാ. അതും പറഞ്ഞ് ചന്തു പോയി. ഓമന ദേഷ്യത്തോടെ അവളെ നോക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. എന്റെ കൈ കോടികൾ വന്നോട്ടെ. നിന്നെയും നിന്റെ അച്ഛമ്മയും ഈ വീട്ടിൽ വേലക്കാരകളായി മാറ്റും ഈ ഓമനയെ പറയുന്നത്. ഓമന ദൈവത്തെ മറന്ന് അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു. കാര്യങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭാനുവിനെയും ചന്തുവിനെയും ആ വാർത്ത തേടിയെത്തിയത്.
ഭാനുവിന്റെ അമ്മ ദേവയാനി മരണപ്പെട്ടിരിക്കുന്നു. ഞായറാഴ്ച രാവിലെ ചന്തു നേരത്തെ എഴുന്നേറ്റ് പഠിക്കുകയായിരുന്നു. നാളെ ഇന്റേണൽ എക്സാം തുടങ്ങുന്നുണ്ട്. 4ാം വർഷം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തീരെ സമയമില്ല. പഠിത്തവും പ്രാക്ടിക്കലുമായി കുറെ സമയം പോകുന്നു. കഥയെല്ലാം പിന്നിലാണ്. ചന്തു, മുറിയുടെ വാതിക്കൽ നിന്ന് സരോജിനി വിളിച്ചു. എന്താ അമ്മായി? മോളൊന്ന് താഴേക്ക് വന്നേ, അച്ഛമ്മ വിളിക്കുന്നുണ്ട്. ചന്തു സരോജിനിയുടെ പിന്നാലെ താഴേക്ക് ചെന്നു. ഹാളിൽ എല്ലാവരും ഉണ്ട്. ഒരു ഭാഗത്തായി നളിനിയും തൊട്ടടുത്ത് ഭാനുവുമുണ്ട്. കൂടെ ഗിരിജയും ഹരിയും ജിത്തും. എന്നാലും മനുഷ്യന്റെ ഒരു കാര്യമേ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഇന്നലെ കൂടി ഒരു കുഴപ്പമില്ലാതെ എന്നോട് സംസാരിച്ച ആളാ. ഓമനെ താടിക്ക് കൈകുത്തി പറഞ്ഞു. ഇനിയിപ്പോ ഭാനുവിനും ചന്തുവിനും 16 കഴിയാതെ വരാൻ പറ്റില്ലല്ലോ. പോകുമ്പോൾ 16 ദിവസത്തേക്കുള്ള ഡ്രസ്സ് കൂടി എടുത്തു. കുറച്ച് ദിവസത്തേക്ക് ചന്തു കോളേജിലൊന്നും പോകണ്ട. എക്സാം ഒന്നും അല്ലല്ലോ വലുത്. ഓമന എല്ലാവരെയും കേൾക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ചന്തു എല്ലാവരെയും നോക്കി. പ്രത്യേകിച്ച് ഭാനുവിനെ. ആരോടും ഒന്നും പറയാതെ ഇരിക്കുന്നുണ്ട്. ചന്തു, നീ പോയി റെഡിയാവും. പെട്ടെന്ന് നമുക്കൊന്ന് തെക്കേക്കരയ്ക്ക് പോണം. ദേവയാനി പുലർച്ചെ മരിച്ചു. അത് കേട്ട് ചന്തു ഒന്ന് ഞെട്ടി. എങ്ങനെ? ചന്തു അറിയാതെ ചോദിച്ചു. രാത്രി വെള്ളം കുടിക്കാൻ താഴേക്ക് പോയതാത്രേ. കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങി കാല് വഴുതി താഴേക്ക് ഉരുണ്ടു വീണു. തലയടിച്ച് ചോര വന്ന് കുറെ നേരം അങ്ങനെ കിടന്നു. ചോര വാർന്ന് പുലർച്ചെ മരിച്ചത്. കൈയും കാലും ഒടിഞ്ഞ് രാവിലെ പണിക്ക് വന്ന പണിക്കാരിയെ കണ്ടത്. ചന്തുവിന്റെ മനസ്സിൽ ചെറിയൊരു സന്തോഷം തോന്നി. അത് ദേവയാനിയുടെ മരണം കേട്ടല്ല, പകരം ദേവയാനിയുടെ മരണം എങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്തായിരുന്നു. പണ്ട് ഗൗരി ദേവയാനിയെ കോണിപ്പടിയിൽ നിന്ന് തള്ളി കൊല്ലാൻ നോക്കി എന്നതായിരുന്നു വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുണ്ടായിരുന്ന ഒരു കാരണം. അന്നവർ പറഞ്ഞ കള്ള ഇന്ന് സത്യമായി. പറഞ്ഞതുപോലെ തന്നെ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ചു. ചാവുമ്പോൾ ഒരിറ്റ് വെള്ളം കിട്ടാതെ മരിച്ചു. ഇതാണ് കർമ്മബലം എന്ന് പറയുന്നത്. വേഗം ചെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ നോക്കിക്കോ ചന്തു. എന്തായാലും 10-16 ദിവസം നിനക്ക് അവിടെ നിൽക്കേണ്ടേ? ചന്തുവിന് പരീക്ഷ എഴുതാൻ കഴിയില്ലല്ലോ എന്ന സന്തോഷത്തിലും അതിനുമുപരി 10-16 ദിവസം ചന്തുവും ഭാനും മിനിയുടെ കാൽച്ചുവട്ടി കിടന്ന് നരയിക്കല്ലോ എന്നോർത്ത് മനസ്സിൽ സന്തോഷം അടക്കി പുറമെ സങ്കടം ഭാവിച്ച് ഓമന പറഞ്ഞു. ചന്തു, നീ ഒന്ന് വന്നേ. ഭാനു വിളിച്ചത് കേട്ട് ചന്തു പിന്നാലെ ചെന്നു. ഭാനു തന്റെ മുറിയിൽ ചെന്ന് 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തു വെച്ചു. എനിക്കില്ലാത്ത സങ്കടമൊന്നും നിനക്ക് വേണ്ട ചന്തു. ചിത കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ അച്ഛമ്മയുടെ കൂടെ പോന്നു. രാത്രി വരെ നിൽക്കേണ്ട. ചത്തവര് വന്ന് നിന്നെ പരീക്ഷ എഴുതാൻ സഹായിക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പിന്നെയല്ലേ ചത്തു കഴിഞ്ഞിട്ട്. നാട്ടുകാർ എന്ത് പറയുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ ഉദ്ദേശമെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. അമ്മയ്ക്ക് ഒട്ടും സങ്കടമില്ലേ? ചന്തു ചോദിച്ചു. ആ ചോദ്യം കേട്ട് ഭാനു ചന്തുവിനെ നോക്കി. തണലും ഫലവും തരുന്ന മരം കടപുഴകി വീഴുമ്പോൾ മാത്രമേ സങ്കടമുണ്ടാകൂ. വഴിയെ തടസ്സമായി നിന്ന് ഉപദ്രവം മാത്രം ചെയ്യുന്ന പാഴ്മരത്തെ വെട്ടിമാറ്റിയാൽ അതിലൊരു വിഷമവും തോന്നേണ്ട ആവശ്യമില്ല. അതിന് തീ കൂട്ടാൻ പോലും ഉപയോഗിക്കാം. നിന്റെ അമ്മമ്മ മരിച്ചാൽ പോലും നമുക്ക് ഉപദ്രവം മാത്രമേ ഉള്ളൂ. വേഗം ചെന്ന് റെഡിയാവും. വേഗം വരാനുള്ളതാ. ചന്തു തിരിഞ്ഞു നടന്നു. ചന്തു, ഭാനുവിന്റെ വിളി കേട്ട് ചന്തു തിരിഞ്ഞു നോക്കി. എന്നെ പ്രസവിച്ച സ്ത്രീ എന്ന നിലയിലാണ് നീ അവർ മരിച്ചിട്ട് സങ്കടമില്ലേ എന്ന് ചോദിച്ചെങ്കിൽ ഇല്ല. അവർ ആഗ്രഹിച്ചിട്ട് ജനിച്ചതല്ല ഞാൻ. വയറ്റിനുള്ളിൽ ആൺകുഞ്ഞാണെന്ന തെറ്റിദ്ധാരണ പുറത്ത് മാത്രം ജനിച്ചു പോയതാണ് ഞാൻ. പിന്നെ ആർക്കോ വേണ്ടി മാത്രം ജീവിച്ചു. എന്റെ അമ്മ എന്ന നിലയിലാണ് സങ്കടം ഇല്ലേ എന്ന് ചോദിച്ചെങ്കിൽ എന്റെ അമ്മ എന്നും വാമനൂർ തറവാട്ടിലെ നളിനി നാരായണനാണ്. അത് കേട്ട് ചന്തു ഒന്ന് ചിരിച്ചു. തെക്കേക്കരയ്ക്ക് പോകാൻ വാമനൂർ തറവാട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു. ചന്തു കയറി ചെല്ലുമ്പോൾ കണ്ടത് വാഴയിലേക്ക് കിടത്തിയിരിക്കുന്ന ദേവയാനിയാണ്. അവൾ അവരെ നോക്കി. മരിച്ചു കിടക്കുമ്പോൾ തനിക്ക് അവരോട് സഹതാപം പോലും തോന്നുന്നില്ലല്ലോ. തന്നോട് എപ്പോഴെങ്കിലും അവർ സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടോ? ചന്തു ഓർത്തു. ഇല്ല. തന്നോട് ചെയ്ത ഉപദ്രവവും വിഷം തുപ്പിയ വാക്കുകളും കാണിച്ച ദുഷ്ടപ്രവൃത്തികളും മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ചന്തു ചുറ്റും ഒന്ന് നോക്കി. ആളുകളെ കാണിക്കാൻ മാത്രം പൊട്ടിക്കരയുന്ന മിനി, അമ്മ മരിച്ചത് ദുഃഖിച്ചിരിക്കുന്ന ഭാർഗവൻ, ഭാര്യ മരിച്ച സങ്കടത്തിൽ രാമേന്ദ്രൻ. ഓമന മിനിയുടെ മുന്നിൽ വന്നു നിന്നു. ദേവാനിയുടെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന മിനി ഓമനെ കണ്ടു. ഓമന അത് കണ്ട് കണ്ണുകൾ കൊണ്ട് ചന്തുവിനെയും ഭാനുവിനെയും കാണിച്ചു. അവരെ കണ്ട് മിനിക്ക് കാര്യം മനസ്സിലായി. മിനി പെട്ടെന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞ് എഴുന്നേറ്റു. അയ്യോ ഭാനു, നമ്മുടെ അമ്മ പോയടി, നമ്മുടെ അമ്മ പോയി. മോളി ചന്തു, നിന്റെ അമ്മമ്മ നമ്മളെ വിട്ട് പോയടി, പോയി. മിനി അലറി കരഞ്ഞുകൊണ്ട് ചന്തുവിനെയും ഭാനുവിനെയും പിടിച്ച് ദേവയാനിയുടെ അടുത്തിരുത്തി. മിനിയുടെ അഭിനയം കണ്ട് അവർക്ക് പുച്ഛം തോന്നി. ഗൗരിയെ പടിയടിച്ച് പിണ്ടം വെച്ചപ്പോൾ ഉണ്ടായ ഉത്സാഹമൊന്നും മിനി വന്നു കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്നില്ല. ഗൗരിയെ പോലെ അല്ല എന്നും മിനി. ഗൗരി ദേവയാനിയെ അനുസരിച്ച് നിൽക്കുമായിരുന്നു. അവരുടെ വാക്കിന് വില കൊടുത്ത് വരച്ച വരയിൽ നിന്ന് മാറില്ലായിരുന്നു. ഗൗരി എന്നും ആ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ഗൗരി ഉള്ളപ്പോൾ ദേവയാനിക്ക് ഒന്നും അറിയേണ്ടിയിരുന്നില്ല. എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഗൗരി കേൾക്കെ തന്നെ അവളെ കുറ്റം കുറവും പറഞ്ഞ് എങ്ങനെയൊക്കെയോ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിക്കും. ഒരു ആൺകുഞ്ഞ് ജന്മം നൽകിയിട്ട് പോലും അവളുടെ മകനായതുകൊണ്ട് മാത്രം ഉണ്ണിക്ക് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട്. മിനി വന്നതോടുകൂടി കഴിഞ്ഞു അവരുടെ നല്ല കാലം. അവളെ അനുസരിച്ച് ജീവിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഗൗരിയെ നിർത്തിയതുപോലെ മിനിയെ നിലയ്ക്ക് നിർത്താൻ അവർക്ക് സാധിച്ചില്ല. അതിനുള്ള സാമർഥ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യാവസ്ഥ. മിനിയേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഗൗരിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ അത് അവർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. സോമനും ആദ്യം വന്നത് ഭാനു കണ്ടു. ആദ്യം കരഞ്ഞുകൊണ്ട് ദേവേനിയെ തൊഴുതു. കണ്ണുകളിൽ കണ്ണുനീർ നിറച്ച് സോമനും പിന്നെ ഭാർഗവന്റെ അടുത്ത് പോയി നിന്നു. ആദ്യം മഹിയുടെ കൂടെ. അവരുടെ അഭിനയം കണ്ട് ഭാനു പുച്ഛിച്ചു. ഗൗരിയും ഉണ്ണിയും കാര്യങ്ങൾ അറിഞ്ഞു.
ദേവയാനിയുടെ മരണം അറിഞ്ഞവർ ചോദിച്ചു അവസാനമായി കാണാൻ പോകുന്നില്ലേ എന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിയുടെ അച്ചമ്മയല്ലേ എന്ന് ചോദിച്ചവരോട് ഒന്ന് മാത്രം അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് മകന്റെ മകനാണെന്ന് അറിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അവരെന്തിന്റെ പേരിലാണ് പോയി കാണേണ്ടതെന്ന്. ആ ചോദ്യത്തിന് അവർക്ക് ആർക്കും ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. സമയമെടുത്തു. ദേവയാനിയുടെ ശരീരം ചിതയിലേക്ക് എടുത്തു. പറമ്പിൽ തന്നെ ചിത ഒരുക്കാൻ തീരുമാനമായി. ഭാർഗവൻ ഈറനായി വന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. ചിത കത്തി പകുതി ആയപ്പോൾ തന്നെ അവിടെ വന്നവർ പോകാൻ തുടങ്ങി. ഭാനു ചന്തുവിനെ വിളിച്ച് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അല്ല, അവൾ എവിടെ പോവാ? നളിനിക്കൊപ്പം പോകുന്ന ചന്തുവിനെ കണ്ട് പെട്ടെന്ന് മിനി ചോദിച്ചു. അവൾക്ക് നാളെ എക്സാം ആണ്, പോയേ പറ്റൂ, ഞാനിവിടെ നിൽക്കാം. അത് ശരി, ഇത് കേട്ടോ നിങ്ങൾ? സ്വന്തം അമ്മമ്മ മരിച്ച് ഇവിടെ നിൽക്കാതെ അവള് പോവാൻ നിൽക്കാം. കുറച്ചൊക്കെ സ്നേഹം വേണമടി. ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മമ്മയല്ലേ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് മിനി നാട്ടുകാർക്കൊക്കെ ഉറക്കെ പറഞ്ഞു. അത് കേട്ട് പോകാൻ നിന്നവർ അവിടെ തന്നെ നിന്നു. അതെങ്ങനെ ശരിയാവും? നിങ്ങൾക്ക് പെലയല്ലേ? 15 ദിവസം കഴിഞ്ഞ് പെല മാറി 16ാമത്തെ ദിവസം അടിയന്തരം നിർത്തിട്ട് ഇവിടുന്ന് പോകാൻ പാടും. അതാണ് ശാസ്ത്രം, നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. അങ്ങനെ ശാസ്ത്രം നോക്കിയിരുന്നാൽ എന്റെ കുട്ടിയുടെ ഭാവിയെ പോകും. അവൾക്കിപ്പോൾ MBBS 4ാമത്തെ വർഷമാണ്. നാളെ തൊട്ട് ഒരാഴ്ച ഇന്റേണൽ എക്സാം നടക്കാണ്. അവൾക്ക് മെഡിക്കൽ പ്രാക്ടീസും ഉണ്ട്. ഇതൊക്കെ കൃത്യമായ സമയത്ത് ചെയ്താൽ മാത്രമേ അവൾക്ക് ഈ സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പറ്റൂ. ശാസ്ത്രം നോക്കി നിന്നാൽ അത് പറ്റില്ല. പോയവർ പോയി, അതും പറഞ്ഞ് എന്റെ കുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ല. ഭാനുവിന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി, പ്രത്യേകിച്ച് രാമേന്ദ്രൻ. സ്വന്തം മകൾ തന്നെയാണോ ഇത് പറയുന്നതെന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവൾ മാറിയെന്ന് പറഞ്ഞപ്പോൾ പോലും ഇത്ര മാറ്റം പ്രതീക്ഷിച്ചില്ല. കൊള്ളാം, ഞാൻ വിചാരിച്ചത് എന്നോട് മാത്രം നിനക്ക് സ്നേഹമില്ലാത്തതെന്നാ. 10 മാസം ചുവന്ന ആ സ്ത്രീയോട് പോയി നിനക്ക് സ്നേഹമില്ലല്ലോ. ഭാനുവിന്റെ എതിരെ കിട്ടിയ അവസരം പാഴാക്കാതെ സോമൻ ഉപയോഗിക്കാൻ തുടങ്ങി. ആരാ ഈ പറയുന്നത്? ഈ നിൽക്കുന്ന നിങ്ങളുടെ സ്വന്തം അമ്മയെ നെഞ്ചു പൊട്ടി തകർന്നിരിക്കുന്നത് കാണുമെന്ന് പറഞ്ഞ നിങ്ങളാണോ? ഭാനുവിന്റെ ചോദ്യം കേട്ട് സോമൻ വിളറി. എടി, ആ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മയാണ്. അത് ഓർമ്മ വേണം. നിന്നെ എന്നെയും 10 മാസം ചുമന്ന് മൂലയോട്ടിയ സ്ത്രീ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഭാനുവിന്റെ ചോദ്യം കേട്ട് ഭാർഗവനൊന്നും ഞെട്ടി. നിങ്ങൾ ഇത് ആരോടാ ഈ പറയുന്നത്? ഇവൾക്കും ഇവളുടെ മകൾക്കും അഹങ്കാരമാണ്. ഒന്ന് പച്ചവെച്ച് വന്നതിന്റെ അഹങ്കാരം. അവരോട് ഇനി എന്ത് പറയാനാ? നിങ്ങൾക്കോ എനിക്കോ ഉള്ള സ്നേഹം പോലും മകളായ അവൾക്കില്ലല്ലോ അമ്മയോട്. നന്ദിയില്ലാത്ത വർഗം. മിനി അറപ്പ് കാണിച്ച് പറഞ്ഞു. അങ്ങനെ നീ വല്ലാതെ നല്ല പിള്ള ചമയാതെ മിനി. നീ ആ സ്ത്രീയെ എങ്ങനെ സ്നേഹിച്ചു എന്നൊക്കെ എനിക്കറിയാം. എന്തായാലും നീ ഈ നാട്ടുകാരുടെ മുന്നിൽ എന്നെ എന്റെ മകളെ മോശക്കാരിയെ ചിത്രീകരിക്കാൻ നോക്കിയ സ്ഥിതിക്ക് ഈ വീടിനുള്ളിൽ ആ മരിച്ച എന്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയും നിങ്ങളും കാരണം ഞാനും എന്റെ മോളും അനുഭവിച്ച എല്ലാവരും അറിയിച്ചിട്ടേ പോകുന്നുള്ളൂ. അത് കേട്ട് ഭാർഗവനും രാമചന്ദ്രനും മിനിയും ഓമനയും ഞെട്ടി. എന്ത് കാര്യങ്ങൾ? നാട്ടുകാരിൽ ഒരാൾ ചോദിച്ചു. ഞാൻ ജനിച്ചത് മുതൽ അനുഭവിച്ച കാര്യങ്ങൾ തന്നെ. മരിച്ചു മുകളിൽ നിൽക്കുന്ന ആ സ്ത്രീ കാരണം ഞാനും എന്റെ മകളും അനുഭവിച്ചത്. ഭാനു രാമേന്ദ്രന്റെ മുന്നിൽ ചെന്ന് നിന്ന് ചോദിച്ചു. ഞാൻ ജനിച്ചത് ഒരു തെറ്റായ ധാരണയുടെ പുറത്തല്ലേ? ഭാനുവിന്റെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി. എന്ത് തെറ്റായ ധാരണ? ഇത് ഈ നിൽക്കുന്ന നിങ്ങളുടെ മൂത്ത മകനെ പോലെ ഞാനും ഒരു ആൺകുഞ്ഞാണോ എന്നറിയാൻ നിങ്ങളും എന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയും കൂടി ഡോക്ടറുടെ അടുത്ത് പോയില്ലേ? ആ ഡോക്ടർക്ക് പറ്റിയ ഒരു അബദ്ധം കാരണമല്ലേ ഞാൻ ജനിച്ചത്? പെണ്ണാണെങ്കിൽ വയറ്റി വെച്ച് തന്നെ ഇല്ലാതാക്കണം എന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നില്ലേ? എന്റെ അമ്മ വീട്ടിൽ വെച്ച് ഞാൻ ജനിച്ചപ്പോഴാണ് പെണ്ണാണെന്ന് അറിഞ്ഞത്. നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലേ? അത് കാരണം ആ സ്ത്രീ എന്നെ മുലയിട്ടാൻ പോലും തയ്യാറായോ? നീ എന്തൊക്കെയാ പറയുന്നത് ഭാനു? ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ നിനക്ക് അവളോട് എന്താ ഇത്രമാത്രം വെറുപ്പ്? രാമേന്ദ്രൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. വെറുപ്പ് മാത്രമല്ലല്ലോ അച്ഛാ കാരണം. ദേഷ്യം കൂടി ഉണ്ട് എനിക്ക് അവരോട്. ഓർമ്മ വെച്ച നാൾ മുതൽ അവർ എന്നോട് കാട്ടിയത് ഓർക്കുമ്പോൾ ഇന്നേ വരെ ആ സ്ത്രീ എന്നെ സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ? ഒരുപിടി ചോറ് വാരി തന്നിട്ടുണ്ടോ? ഈ നിൽക്കുന്ന ഇയാളെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല, പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു ജീവിതം എടുക്കാൻ നിന്നപ്പോൾ ആ സ്ത്രീയെ തടയാൻ വന്നിട്ടില്ല. ഇയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി സ്നേഹം നടിച്ച് നിങ്ങൾ എന്നെ എന്റെ മുത്തശ്ശന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ കാളെ തല്ലുന്ന ചാട്ടവാർ കൊണ്ടടിച്ച് വേദനിപ്പിച്ചില്ലേ? എന്റെ കാലി ഉലക്കൊണ്ട് അടിച്ചൊടിച്ചില്ലേ? പിന്നെ തല്ലി കൊല്ലാനിട്ട് പോയിട്ട് പോലും ഒരു തുള്ളി വെള്ളം തരം വന്നു അവർ. വിവാഹശേഷം ഈ വീട്ടിലേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞില്ലേ? ഒരു അവകാശം പോലും ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഇവനെയും ചുമന്ന് 7ാം മാസത്തിൽ വന്നപ്പോൾ അവിടെ വാമനൊരു നളിനിയമ്മ തന്ന സ്നേഹത്തിലും കരുതലിനും ഒരു ശതമാനം പോലും അവർ എന്നോട് കാണിച്ചു. എന്നെ എങ്ങനെയൊക്കെ മാനസികമായി ശാരീരികമായി ഉപദ്രവിച്ചു. ഒരു ഗർഭിണിയാണെന്ന് പരിഗണന തന്ന് ജനിക്കാൻ പോകുന്ന ഒരു പെൺകുഞ്ഞാണെങ്കിൽ കൊണ്ടുപോയി കളയും വരെ പറഞ്ഞില്ലേ? ഇവൾ ജനിച്ചപ്പോൾ അതിന് ശ്രമിച്ചില്ലേ? അവരോടൊപ്പം നിങ്ങളും ചേർന്നില്ലേ? ഭാനു അലറിക്കൊണ്ട് ചോദിച്ചു. കേട്ടതൊന്നും വിശ്വസിക്കാൻ സാധിക്കാതെ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുത്തു. ഇവൾ ജനിച്ചപ്പോൾ ഗൗരി അല്ലാതെ ആരെങ്കിലും ഇവളെ എടുത്തിട്ടുണ്ടോ? പെണ്ണാണെന്നറിഞ്ഞ എന്നോട് കാട്ടിയത് തന്നെ അവളോടും കാട്ടി. ഇവൾക്ക് മുലപ്പാൽ കൊടുക്കാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചോ? പോട്ടെ, ഇവൾക്കൊരു ഉടുപ്പ് പോലും ആ സ്ത്രീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഭാനുവിന്റെ ഓരോ ചോദ്യങ്ങളും ചാട്ടുള്ളി പോലെ കൊണ്ടു. ഭാനു, നടന്നത് എന്തോ ആയിക്കോട്ടെ, മരിച്ചു മുകളിൽ നിൽക്കുന്ന ഒരാളെ പറ്റി നീ പറയുന്നതെന്ന് ഓർക്കണം. അതും നിന്റെ സ്വന്തം അമ്മയെ പറ്റി തന്നെ. രാമചന്ദ്രന്റെ ഒരു ബന്ധു മുന്നോട്ട് കയറി വന്ന് പറഞ്ഞു. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതെന്ന് കരുതി ജീവിച്ചിരിക്കുന്ന സമയം ചെയ്ത അത്രയും ക്രൂരതകൾ തെറ്റല്ലാതായി അവർ പുണ്യാത്മാവായി മാറൂ? ഇല്ലല്ലോ. ഭാനുവിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം അയാൾക്കുണ്ടായില്ല. ദേ, ഇനി നീ ഇവിടെ നിന്നും ഇതേപോലെ നുണകൾ പറഞ്ഞ ഇതൊരു മരണവീടാണെന്ന് പോലും നോക്കില്ല. ഞാൻ കൊന്നുകളയും നിന്നെ.
ഭാർഗവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നുണയാണോ എന്ന് ഈ ഇരിക്കുന്ന സ്ത്രീ പറയട്ടെ. നടന്നതിനൊക്കെ സാക്ഷിയായി അതിലുപരി മരിച്ച സ്ത്രീയുടെ സഹോദരിയെ ദേവകി ചെറിയമ്മ പറയട്ടെ. പറ ചെറിയമ്മേ, ഞാൻ ഈ പറഞ്ഞതൊക്കെ നുണയാണോ? എല്ലാവരും അവരെ നോക്കി. ദേവയാനിയുടെ അനിയത്തി ദേവകി വയസ്സ് 80 അടുത്തിരിക്കുന്നു. എന്നാലും അവർക്ക് പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണ്. ഭാനു പറഞ്ഞത് എല്ലാം സത്യമാണ്. അവരുടെ വാക്കുകൾ കേട്ട് അവിടെയുള്ളവരെല്ലാവരും ഒന്നുകൂടി ഞെട്ടി. ദേ, എന്റെ അമ്മയ്ക്കെതിരെ ഇവളുടെ കൂടെ നിന്ന് നുണ പറഞ്ഞാലുണ്ടല്ലോ, ചെറുമയാണെന്ന് നോക്കില്ല. കുഴിയിലേക്ക് കാലം നീട്ടി മരണത്തെ കാത്തിരിക്കുന്ന എനിക്ക് നുണ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ ഭാർഗവ? ഇപ്പോൾ ഞാൻ ഇതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ മരിച്ച ആത്മാവായി ഈശ്വരന്റെ മുന്നിൽ ഇതിനൊക്കെ ഞാൻ കണക്ക് പറയേണ്ടി വരും. നിന്റെ അമ്മയെ പോലെ ആവാൻ എനിക്ക് കഴിയില്ല. ദേവകി പറഞ്ഞു കഴിഞ്ഞ് ഭാനു പറഞ്ഞു, നിങ്ങൾ ഇനി മുഖം രക്ഷിക്കാൻ നിൽക്കണ്ട ഏട്ടാ. അവസാനം നിങ്ങളുടെ അമ്മയുടെ ഗതി തന്നെ വരും. കണ്ടില്ലേ, പണ്ട് ഗൗരി അവരെ കോണിപ്പടിയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചില്ലേ? അതല്ല സത്യമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എന്റെ മോളെ അതിന്റെ പേരും പറഞ്ഞ് നിങ്ങളും ഈ നിൽക്കുന്ന മിനിയും ആ സ്ത്രീ എങ്ങനെയൊക്കെ ദ്രോഹിച്ചു അവളെ. 10ാം വയസ്സിൽ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഈ വീട്ടിലെ മുഴുവൻ പണി അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒരു വറ്റ അന്നം കൊടുക്കാതെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വെള്ളം എടുത്ത് കുടിച്ചതിന് ഇവളും ആ സ്ത്രീയും കൂടി അവളെ തല്ലി പുറത്തെ പട്ടിയുടെ കൂട്ടിക്കൊണ്ടുപോയി ഇട്ടില്ലേ നിങ്ങൾ? എന്നിട്ട് അവസാനം എന്തായി? നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ? അന്ന് അവർ പറഞ്ഞ നുണ തന്നെ അവരുടെ മരണം കൊണ്ട് സത്യമായി. അവസാനം ഒരു തുള്ളി വെള്ളം കുടിക്കാതെ വേദനയൊക്കെ സഹിച്ച് മരിക്കേണ്ടി വന്നില്ലേ? ഇതാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത്, എല്ലാം കാണുന്നുണ്ടെന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ചെയ്ത ദ്രോഹങ്ങളെല്ലാം ശിക്ഷ അനുഭവിച്ചിട്ടേ ഈശ്വരൻ വിളിക്കൂ. ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതല്ലേ ഞാൻ? ഗൗരിയുടെ പെൺകുഞ്ഞിനെ കൊന്ന പോലെ എന്റെ കുഞ്ഞിനെയും കൊന്നുകളയെന്ന് പേടികൊണ്ട്. അത് കേട്ട് നാട്ടുകാർ എല്ലാവരും തരിച്ചു നിന്നു. ഭാർഗവനും മിനിയും രാമേന്ദ്രനും പേടിയോടെ നിന്നു.